أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي يريكم آياته وينزل لكم من السماء رزقا وما يتذكر إلا من ينيب فادعوا الله مخلصين له الدين ولو كره الكافرون رفيع الدرجات ذو العرش يلقي الروح من أمره على من يشاء من عباده لينذر يوم التلاق يوم هم بارزون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, QHLSന്റെ പ്രവർത്തകരെ, നാട്ടുകാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ദഅവത്ത് വലിയ പണ്ഡിതന്മാർ, ഗവേഷണപ്പെടുക്കളായ പണ്ഡിതന്മാർ മാത്രം നടത്തിയാൽ മതി. എല്ലാ വിഷയത്തെക്കുറിച്ചും വലിയ ആലിമായ ആൾക്ക് മാത്രമേ ദഅവത്ത് നടത്താൻ പാടുള്ളൂ. കേരളത്തിൽ ഇന്ന് ഒരൊറ്റ ആലിമും ഇല്ല, അതുകൊണ്ട് ആർക്കും ദഅവത്ത് നടത്താൻ അർഹതയില്ല. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചുകൊണ്ട് സംഘടന ഉണ്ടാക്കുന്നത് ബിദ്അത്താണ്, സംഘടനയിൽ ചേരുന്നത് ബിദ്അത്താണ്, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ബിദ്അത്താണ്, സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് സലാം പറയാൻ പോലും പാടില്ല, അവരടുത്തിരുന്നാൽ തന്നെ ബിദ്അത്തിന്റെ കക്ഷികളുടെ കൂടെ ഇരുന്ന കുറ്റം കിട്ടിപ്പോകും എന്നൊക്കെയുള്ള വളരെ അപകടകരമായ ചില ചിന്താഗതികളിലേക്ക് നമ്മുടെ ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നു എന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിയിൽ ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത്. ദഅവത്തിന്റെ പ്രാധാന്യം എന്താണെന്നും അത് അവഗണിച്ചാൽ അതിനുള്ള ശിക്ഷ എന്താണെന്നും ആരാണ് ദഅവത്ത് നടത്തേണ്ടതെന്നും ദഅവത്തിന് കൂട്ടായ്മയുണ്ടാക്കുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിദ്അത്തായി പോകുമോ, സലഫി പണ്ഡിതന്മാർ, അറിയപ്പെട്ട സലഫി പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി, അതുപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പോലെയുള്ള ഇന്ന് ഈ കാലഘട്ടത്തിൽ അറിയപ്പെട്ട സലഫി പണ്ഡിതന്മാരെല്ലാം ഈ വാദക്കാരാണോ? സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി ഒരുപാട് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചിട്ടുള്ള ആ ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുള്ളതിൽ വല്ല വസ്തുതയുമുണ്ടോ? ഇതിലേക്കൊക്കെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം തെരഞ്ഞെടുത്തത് കൊണ്ടുള്ള ഉദ്ദേശം. വളരെ നല്ല പ്രവർത്തന പാരമ്പര്യമുണ്ടായിരുന്ന, ഇസ്ലാഹി പ്രസ്ഥാനത്തിനും അതിന്റെ ആദർശ പ്രബോധനത്തിനും വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിച്ചിരുന്ന നിഷ്കളങ്കരായ ഒട്ടനവധി ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള ചില രോഗങ്ങൾ പിടിപെട്ട നിമിത്തം അവരിന്ന് നിഷ്ക്രിയരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോടെങ്കിലും തൗഹീദിനെ സംബന്ധിച്ച് പറഞ്ഞു പോയാൽ, പടച്ചോനെ എനിക്ക് അർഹതല്ലാത്തത് ഞാൻ പറഞ്ഞുവല്ലോ, നരകത്ത് പോണ്ടി വരുമോ എന്ന് ബേജാറാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ആ ചെറുപ്പക്കാരുടെ കാര്യം വളരെ ദയനീയമാണ്. കാരണം അവരോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി, വേറെ ആര് പറയുന്നു നിങ്ങൾ കേൾക്കരുത്. പ്രത്യേകിച്ച് സംഘടനന്റെ ആളുകൾ പ്രസംഗിക്കുന്നതോ അവർ ക്ലാസ് എടുക്കുന്നതോ അവരുടെ പ്രബോധനമൊന്നും കേൾക്കാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ
അവർ ഒരു തരം ത്വരീഖത്തിന്റെ രൂപത്തിൽ, ത്വരീഖത്തും തരീഖത്തിന്റെ ഷെയ്ഖും ഷെയ്ഖിന്റെ കുറെ തിൽമീദന്മാരും മുരീദന്മാരും അവര് മാത്രം. എത്രത്തോളം എന്ന് വെച്ചാല് അവർ നിലമ്പൂരിനടുത്തൊരു പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. വയനാട്ടിൽ കൊല്ലത്തുനിന്നും തലശ്ശേരിന്നും ഒക്കെ അവിടെ ആളുകള് ജുമഅക്ക് പോവുകയാണ്, ഒരു പള്ളിക്ക് ജുമഅക്ക്. അപ്പം സ്വന്തം നാട്ടിൽ നടക്കുന്ന ജുമഅക്ക് അഹ്ലുൽ അഹ്വാഇ വൽ ബിദ്അന്റെ ജുമഅയാണ്, ബിദ്അത്തിന്റെ കക്ഷികളുടെ ജുമഅയാണ്. അതേ സമയത്ത് ഇതേ കൂട്ടർ തന്നെ ജമാഅത്തായ നിസ്കാരത്തിന് അപ്പുറത്ത് സലഫി പള്ളിയുണ്ട്, ഇപ്പുറത്ത് ഖുബൂരി പള്ളി ഉണ്ടെങ്കിൽ ഖുബൂരി പള്ളി കഴിഞ്ഞിട്ടാണ് സലഫി പള്ളിയിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ ഖുബൂരി പള്ളിയിൽ നിസ്കരിച്ചാൽ മതി എന്ന് ഫത്വ കൊടുക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ ജുമഅക്ക് വേണ്ടി ഒരു പ്രത്യേക പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞ ഹദീസിൽ ഒരാൾക്കും തർക്കമില്ലാത്ത വിഷയമാണ്. ഈ 3 പള്ളിക്കല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പള്ളിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് വിചാരിച്ച് അവിടേക്ക് യാത്ര പോയാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്തത് തെറ്റാണ്, യാതൊരു സംശയമല്ല. വയനാട്ടിൽ നിന്ന് ഒരാൾ നിലമ്പൂർക്ക് ജുമഅക്ക് വരിക, തിരൂരങ്ങാടിയിൽ നിന്ന് ഒരാൾ നിലമ്പൂർക്ക് ജുമഅക്ക് വരിക, കൊല്ലത്തുനിന്ന് ഒരാൾ നിലമ്പൂർക്ക് ജുമഅക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന് നേരെ ഘടകവിരുദ്ധമായ ഒരു പ്രവർത്തന ശൈലിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഈ വിഭാഗം ആളുകളെ നമ്മൾ എടുത്തു നോക്കിയാല് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് അവർ അവരുടെ എല്ലാ എതിർപ്പുകളും തിരിച്ചു വെച്ചിട്ടുള്ളത് KNM-ന് നേരെയാണ്. KNM-നെ വിമർശിക്കുക, KNM-ന് വേണ്ടി ഈ ദഅവാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ അവരെ വിമർശിക്കുക എന്നല്ലാതെ ഇവിടെ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും പ്രചരിപ്പിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തും അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യന്മാരെ വഴിതെറ്റിച്ചും വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികൾ, ശിർക്കിന്റെ കക്ഷികൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മതരാഷ്ട്രവാദം പോലെയുള്ള അപകടകരമായ വാദങ്ങള്, തീവ്രവാദം പോലെയുള്ള അപകടകരമായ വാദങ്ങള് കൊണ്ടു നടക്കുന്ന, അതിനൊക്കെ ദീനിൽ തെളിവുണ്ടെന്ന് പറയുന്ന, ഇസ്ലാമിലെ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. ഇവർക്ക് നേരെയൊന്നും യഥാർത്ഥത്തിൽ ഇവരുടെ വിമർശനങ്ങൾ പോകുന്നില്ല എന്നതാണ് നാം വളരെയേറെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചിന്താർഹമായിട്ടുള്ള ഒരു വിഷയം. സംഘടന ബിദ്അത്താണ്, അത് തെറ്റാണ്, പാടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ KNM മാത്രമാണോ ഇവിടെ സംഘടനയായിട്ടുള്ളത്? അല്ല. സംഘടനകളുടെ കൂട്ടത്തിൽ അല്പം ഭേദപ്പെട്ടത് എന്നെങ്കിലുമുള്ള ഒരു പരിഗണന പോലും നൽകാതെ ഏറ്റവും മോശം KNM ആണ് എന്ന രൂപത്തിലേക്കാണ് ഈ ചെറുപ്പക്കാർ പലപ്പോഴും ചിന്തിച്ചെത്തിയിട്ടുള്ളത്. അള്ളാഹുവിലേക്കുള്ള ക്ഷണം അഥവാ അവന്റെ ദീനിലേക്കുള്ള ക്ഷണം, ഇതാണല്ലോ ദഅവത്ത് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാരഖിലവും നിർവഹിച്ച ദൗത്യമാണിത്. അള്ളാഹുവിന്റെ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച അമ്പിയാക്കൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു സന്മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിക്കുക എന്നത് വളരെ പ്രതിഫലാർഹമായ കാര്യമായിട്ട് മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാർക്ക് പോലും അറിയുന്ന കാര്യമാണ്. കാരണം മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ. ആരെങ്കിലും ഒരു സന്മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ അയാൾക്ക് പുണ്യമുണ്ടായിരിക്കും. അതിന് അയാളെ പിന്തുടർന്നുകൊണ്ട് ആരൊക്കെ ആ പ്രവർത്തനം ചെയ്യുന്നുവോ അതിന്റെ പ്രതിഫലത്തിൽ നിന്നും അതുപോലൊരു പ്രതിഫലവും ഇയാൾക്കുണ്ടായിരിക്കും. ഒരിക്കലും അതുകൊണ്ട് മറ്റൊരുടെ പ്രതിഫലം കുറയുകയുമില്ല. ഇതിന് നേരെ വിരുദ്ധമായിട്ട് ഒരു ലലാലത്തിലേക്കാണ് നമ്മളൊരാളെ ക്ഷണിച്ചതെങ്കിലോ അയാൾക്ക് കുറ്റമുണ്ടായിരിക്കും. അയാളെ പിന്തുടർന്നുകൊണ്ട് ആ ലലാലത്ത് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ കുറ്റത്തിന്റെ അതുപോലുള്ളൊരു കുറ്റവും ഇയാൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ കുറ്റത്തിന് കുറവ് വരികയുമില്ല എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരു നല്ല കാര്യത്തെക്കുറിച്ച് അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവന് ലഭിക്കുന്നത് പോലത്തൊരു പ്രതിഫലം അയാൾക്കും ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞ വാക്കാണ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുമുറുൻ നഅം. നിനക്ക് ചുവന്ന മേത്തരം ഒട്ടകങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ, ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പാദ്യങ്ങളിൽ ഏറ്റവും മികച്ച സമ്പാദ്യമായി അവൻ കാണുന്നതാണ് മേത്തരം ചുവന്ന ഒട്ടകങ്ങൾ.
അതിനേക്കാളും നിനക്ക് ഉത്തമം നീ മുഖേന ഒരാളെങ്കിലും സന്മാർഗത്തിലാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ഖുർആൻ സംഗമത്തിൽ നിങ്ങൾ ആവർത്തിച്ചു കേട്ടൊരു ഹദീസായിരിക്കും, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. യഥാർത്ഥത്തിൽ ഇത് ഈ ഹദീസുകളൊക്കെ മുമ്പിൽ വെച്ച് ചിന്തിച്ചാൽ ഒരാൾക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ആ നല്ല കാര്യം സ്വീകരിച്ചാൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് പോലെ തന്നെ അതിന്റെ തുല്യമായൊരു പ്രതിഫലം അത് പറഞ്ഞു കൊടുത്ത ക്ഷണിച്ച ആൾക്കും ഉണ്ടായിരിക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യനും എന്നല്ല ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യനും അറിയാവുന്ന ഏറ്റവും വലിയ വിജ്ഞാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിജ്ഞാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തവന് മുസ്ലിം ആകാൻ തന്നെ പറ്റൂല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന കാര്യം നീ അറിയണം, നീ മനസ്സിലാക്കണം. അതറിയാത്ത ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകരുണ്ടാവോ? മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനായ ഒരാളോട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചൊന്ന് പറയൂ എന്ന് പറഞ്ഞാൽ അയാൾ ഏത് സാധാരണക്കാരനാകട്ടെ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ സമർത്ഥിക്കാൻ എനിക്ക് സാധിക്കില്ലായിരിക്കാം. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ കലിമത്ത് തൗഹീദിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ താല്പര്യം എന്താണ്, ഇന്ന് മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗവും അതിനെതിരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചുരുങ്ങിയ നിലക്ക് ഏതൊരുത്തരും പറഞ്ഞു കൊടുക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതൊരു പ്രവർത്തകനും സാധിക്കും. അത് പാടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെയെങ്ങാനും പറഞ്ഞു പോയ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞ കുറ്റം തനിക്ക് കിട്ടുമോ? ഞാൻ വലിയ മുജ്തഹിദായ ആലിമല്ലല്ലോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതുപോലും പറയാൻ നമുക്ക് അർഹതയില്ല എന്നാണ്. പക്ഷെ ഒരു കാര്യം പറയാൻ അവർ ഒരർഹതയും കാത്തു നിൽക്കാറില്ല. ദഅവത്ത് നടത്താൻ പാടില്ല. ഇന്നത്തെ കാലത്ത് ദഅവത്ത് പാടില്ല, അതൊരു ദഅവത്താണല്ലോ അല്ലേ? ദഅവത്ത് നടത്താൻ അർഹതയുള്ള ഒരു പണ്ഡിതനും ഇന്ന് കേരളത്തിലില്ല. കേരളത്തിൽ ഒരൊറ്റ ആലിമുമില്ല. നല്ല എല്ലാ വിജ്ഞാനങ്ങളെ സംബന്ധിച്ചും വ്യക്തമായി അറിയുന്ന മുജ്തഹിദായ പണ്ഡിതന് മാത്രമേ ദഅവത്ത് പാടുള്ളൂ. അതുകൊണ്ട് അമ്മമ്മക്ക് ദഅവത്ത് നടത്താൻ പാടില്ല. അതുപോലെ കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരിൽ, മുജാഹിദ് പണ്ഡിതന്മാരിൽ ആർക്കും ദഅവത്ത് നടത്താൻ അധികാരമില്ല. ആർക്കും എന്ത് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഇനി വല്ലയോ ഒന്നോ രണ്ടോ ആളൊക്കെ ചിലപ്പോൾ ഒഴിവാക്കി കൂടാന്നില്ല എന്നല്ലാതെ മൊത്തത്തിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരും പണ്ഡിതന്മാരുമായി നിലവിലുള്ളവർക്കൊന്നും ദഅവത്ത് നടത്താൻ അർഹതയില്ല. അത് പറയുന്നത് ആരാ? അറബി നേരെ കൂട്ടി വായിക്കാൻ അറിയാത്തവനായി പറയണത്, അറബിയിൽ ഒരു ഇബാറത്ത് വായിക്കാൻ അറിയാത്തവനായി പറയുന്നത്. കാരണം ഓനോന്റെ ശൈഖിന്റെ നാവെന്ന് കേട്ടതാണ്. അതുകൊണ്ട് ഓൻ അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കാണ്. സക്കരിയ സലാഹി അല്ലേ? എന്താണ് അല്ല ഈ പണ്ഡിതന്മാർക്കല്ല ദഅവത്ത് നടത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിക്കാണ് എന്നെ വിളിച്ചിട്ട്. വേറൊരാളോട് വിളിച്ചിട്ട് ഇപ്പൊ എം എം അക്ബറിന്റെ പുസ്തകത്തിൽ കാണാം, അദ്ദേഹത്തോട് ചില ആളുകളൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കാണ്, എം എം അക്ബർ സാഹിബ് അല്ലേ? അതെ, ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ദഅവത്ത് നടത്താൻ അർഹതയില്ല. അപ്പൊ നിങ്ങൾ ആരാണ്? ഞാനിങ്ങനെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോ നിങ്ങൾക്ക് എന്താ അർഹത, യോഗ്യത ഉള്ളത്? ഞാൻ PGക്കാണ് പഠിക്കണത്. അപ്പൊ നിങ്ങളിപ്പോ എന്നെ ദഅവത്ത് നടത്തല്ലേ ചെയ്തത്? ദഅവത്ത് നടത്തരുത് എന്ന് നിങ്ങൾ എന്നോട് ദഅവത്ത് നടത്തല്ലേ? അതിന് നിങ്ങൾക്ക് അറിയാൻ അർഹതയുണ്ടോ? അപ്പൊ അതിനൊരു പാണ്ഡിത്യവും വേണ്ടേ എന്നൊക്കെ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് നിങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ചെറുപ്പക്കാര് അവർ ഈ ബനൂ ഇസ്രായേൽ സമുദായത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ. എന്താ പറഞ്ഞത്? കാനൂ ലാ യതനാഹുന അൻ മുൻകറിൻ ഫഅലു ലബീസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും അൻ സഖിതല്ലാഹു അലൈഹിം വഫിൽ അദാബിഹും ഖാലിദൂൻ. ബനൂ ഇസ്രായേൽ സമുദായത്തിലെ സത്യനിഷേധികൾ അവർ ശപിക്കപ്പെട്ടു. ആരിലൂടെ? ആ ബനൂ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട ഈസ നബിയുടെയും ദാവൂദ് നബിയുടെയും നാവിലൂടെ. അവർ ധിക്കാരം പ്രവർത്തിക്കുകയും അതിരുവിട്ട് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് എന്തായിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന ഒരു ദോഷം? അവർക്കിടയിൽ നടക്കുന്ന തെറ്റുകളെ പരസ്പരം വിരോധിക്കുമായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം വീട്ടിലെ അനുജ നിസ്കരിക്കുന്നില്ല, സുബഹിക്ക് കടന്നുറങ്ങുക. എന്താ വേണ്ടത്? മുജ്തഹിദായ ഒരു ആലിമിനെ പോയി കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവൻ ആയത്ത് ഓതി കൊടുത്തിട്ട് ഇവനെ നിസ്കരിപ്പിക്കണം. നീ നിസ്കരിക്കണം, അവിടെ സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങുക എന്ന് പറയൽ അതൊരു ദഅവത്താ. അംറുൻ ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഈ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ വ്യക്തികളുടെയും ബാധ്യതയാണ്.
കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ഒരു ഉത്തമ സമുദായമാകുന്നുവെന്ന് സഹാബത്തിനോട് അല്ലാഹു പറയാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, അതുപോലെ തന്നെ തിന്മ നിങ്ങൾ വിരോധിക്കുന്നു, അല്ലാഹുവിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്, സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസിനികളായ സ്ത്രീകളും അവർ പരസ്പരം ബന്ധപ്പെട്ടവരാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നല്ല കാര്യങ്ങൾ അവർ കൽപ്പിക്കുന്നു, ചീത്ത കാര്യങ്ങൾ അവർ വിരോധിക്കുന്നു. വയുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നു, സകാത്ത് നൽകുന്നു. വയുതീഊന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നു. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്തേക്കാം. അപ്പൊ നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഓരോ മുസ്ലിമും നിത്യജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുക എന്നത്. ഇസ്ലാമിക ദൃഷ്ട്യാ ഏതൊക്കെയാണ് മഅറൂഫ് എന്ന് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. വലിയ വലിയ പണ്ഡിതന്മാർക്ക് മാത്രം അറിയുന്ന ഒരുപാട് മഅറൂഫുകൾ ഉണ്ടാവും. പക്ഷേ ഏതൊരു മുസ്ലിം സാധാരണക്കാരനും അറിയുന്ന ചില മഅറൂഫുകളുണ്ട്. സത്യം പറയേണ്ടതാണ്, വഞ്ചന പാടില്ലാത്തതാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ദ്രോഹിക്കാൻ പാടില്ല, അയൽവാസി വശന്നിരിക്കുമ്പോ പട്ടിണി കിടക്കാൻ പാടില്ല, 5 നേരം നിസ്കരിക്കേണ്ടതാണ്, സകാത്ത് കൊടുക്കേണ്ടതാണ് എന്ന് തുടങ്ങി എണ്ണി 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 പറയാവുന്ന ഒരുപാട് നന്മകളുണ്ട്. അതേത് സാധാരണ മുസ്ലിമിനും അറിയുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കുക, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അരുത് സഹോദര, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുക, ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു ബാധ്യതയാണ്. അതാണ് ഞാൻ ഓതിവെച്ച ആയത്തും ആദ്യം ഓതി വെച്ചില്ലേ, നമ്മൾ ഒരുപാട് കേട്ടതാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. കണ്ടോ, നിങ്ങളിൽ നിന്നും ഒരു സമൂഹം ഉണ്ടാകട്ടെ, ഒരു നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്ന, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. അപ്പൊ വിജയം ആഗ്രഹിക്കുന്ന ഏതൊക്കെ മുഅ്മിനീങ്ങൾ ഉണ്ടോ അവരൊക്കെ നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുക, താൻ അറിയുന്ന നന്മകൾ മറ്റുള്ളവരോട് പറയുക, താൻ അറിയുന്ന തിന്മകളെ സംബന്ധിച്ച് വിലക്കുക, താൻ ജീവിക്കുന്ന പരിസരങ്ങളിൽ, താൻ ബന്ധപ്പെടുന്ന മേഖലകളിൽ അറിഞ്ഞ തിന്മകളെ വിലക്കുക എന്നത് അതിനു എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധ്യതയുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ പറഞ്ഞു, വൽ മഖ്സൂദു മിൻ ഹാദിഹിൽ ആയത്തി അൻ തകൂന ഫിർഖത്തുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി മുതസദ്ദിയതൻ ലിഹാദ ശഅൻ. ഈ ആയത്തിന്റെ ഉദ്ദേശം ഈ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുന്നവരായി ഉണ്ടാകണം. ദഅവത്തിനു വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം. പല പണിന്റെ ഇടയിൽ ദഅവത്ത് നടത്താന്നുള്ളതല്ല, ദഅവത്തിനു വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുന്ന ഒരു വലിയ പണ്ഡിത വിഭാഗം, ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുക, അത് ഈ അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അധ്യാപകന്മാരെ തയ്യാറാക്കുക, ഫത്വ കൊടുക്കുക, പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് വിധി കണ്ടെത്തുക, തിന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നതിന്റെ ഏറ്റവും ആഴത്തിലുള്ള കടമ നിർവഹിക്കാൻ മുസ്ലിം സമുദായത്തിൽ ഒഴിഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കണം. അത് വേറെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ, മുഅ്മിനീങ്ങൾ എല്ലാവരും കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ പാടില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ, യുദ്ധത്തിന് പോകുന്ന ഓരോ വിഭാഗത്തിൽ നിന്നും ഒരു കുറച്ചാളുകൾ, 1-2 ത്വായിഫത്ത് എന്ന് പറഞ്ഞ 1-2 കുറച്ചു പേർ, ഓരോ വിഭാഗങ്ങൾ എന്ത് ചെയ്യണം, അവർ വേറെ നിൽക്കണം. ലിയതഫഖഹു ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ആഴത്തിൽ പഠനം നടത്തുവാൻ വേണ്ടി. എന്തിനാണത്? വലിയുദ്ദിറു ഖൗമഹു ബിദാ റജഉ ഇലൈഹിം, യുദ്ധത്തിന് പോയ സുഹൃത്തുക്കൾ തിരിച്ചു വന്നാൽ അവർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി. ലഅല്ലഹും യഹ്ദറൂൻ, അവർ ഭയം ഉള്ളവരായേക്കാം, അവർ ജാഗ്രതയുള്ളവരായേക്കാം. അപ്പൊ ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അത് മുസ്ലിം ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കണം. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ശേഷം വഇൻ കാന ദാലിക വാജിബൻ അലാ കുല്ലി ഫർദിൻ മിനൽ ഉമ്മത്തി ബിഹസ്ബിഹി, കണ്ടോ, ഈ ഉമ്മത്തിലെ എല്ലാ ഓരോ വ്യക്തിക്കും നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഈ കടമ തന്റെ കഴിവിനനുസരിച്ച് നിർബന്ധമാണെങ്കിലും, കമാ സബത ഫീ സഹീഹി മുസ്ലിം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, സഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിൽ പറഞ്ഞതുപോലെ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനി വഇൻ ലം യസ്തതി ഫബിഖൽബിഹി ഫദാലിക അദ്അഫുൽ ഈമാൻ.
ഒരു ഇസ്ലാമിക ദൃഷ്ട്യാ വെറുക്കപ്പെട്ട ഒരു കാര്യം നിങ്ങളിൽ ആരെങ്കിലും കണ്ടാൽ അവനവന്റെ ശക്തി ഉപയോഗിച്ചത് തടയട്ടെ. അതിനു കഴിയാത്ത സന്ദർഭത്തിൽ നാവുകൊണ്ട് എതിർക്കട്ടെ. അതിനും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ടവൻ വെറുക്കട്ടെ. അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ സ്റ്റേജ് ആകുന്നു എന്ന് സഹീഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തിക്കും ബാധ്യതയായിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വിശദമായ ദഅവത്ത് അത് പഠിച്ച പണ്ഡിതന്മാർക്കേ ബാധ്യതയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ദീനിനെ കുറിച്ച് ഫത്വ കൊടുക്കലോ അല്ലെങ്കിൽ ദീനിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും മറുപടി കൊടുക്കലോ, അരച്ചിപ്പുറത്ത് മറുപടി എന്ന് പറഞ്ഞതുപോലെ ചോദിച്ചതിനൊക്കെ ഉത്തരം കൊടുക്കലോ ഒരു സാധാരണക്കാരൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് അപകടമാണ്. വലാ തുജാദിലു അല്ലദീന യുജാദിലൂന ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ തർക്കം നടത്തുക പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ താൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് അയാൾക്ക് അറിവുണ്ടായിരിക്കൽ അനിവാര്യമാണ്. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് നന്മ ഏതാണെന്ന് അയാൾക്കറിയണം. ഇത് ഇസ്ലാമിക ദൃഷ്ട്യാ നന്മയാണ്, ഇത് ഇസ്ലാമിക ദൃഷ്ട്യാ തിന്മയാണ് എന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് പറയുന്നതിന് യാതൊരു തടസ്സവും ഇല്ലെന്ന് മാത്രമല്ല, അത് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടും. ഒരുപാട് ചെറുപ്പക്കാരിന്ന് മൗനികളായി നടക്കുകയാണ്. തന്റെ അടുത്തിരിക്കുന്ന ബസ്സിലിരിക്കുന്ന തന്റെ സഹോദരനോട് ദീനിനെ കുറിച്ച് പറഞ്ഞാൽ താൻ കുറ്റക്കാരനായി പോകുമോ, തന്റെ കൂടെ നമസ്കരിക്കാൻ വരുന്ന, തന്റെ കൂടെ പള്ളിയിൽ വരുന്ന, തന്റെ പക്കത്ത് താമസിക്കുന്ന ആളോട് ദീനിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനായി പോകുമോ എന്ന ഭയം. അവരിപ്പോൾ അറബി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കിതാബുകൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ച് മഹാപണ്ഡിതനായതിനു ശേഷം മാത്രം ദഅവത്ത് നടത്തിയാൽ മതി എന്ന അപകടകരമായ ചിന്താഗതി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ചിന്താഗതി ഈ ദഅവത്തിനെ മുടക്കുക എന്നുള്ളതാണ്. ശരിക്ക് ശൈത്താന്റെ ദഅവത്താണിത്, ദഅവത്തുൻ ശൈത്താനിയത്താണ്. കാരണം തൗഹീദിനു വേണ്ടി ഈ പ്രസ്ഥാനം ഇന്ന് സഹിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗങ്ങൾ എത്രയാണ്. ശിർക്ക് ബിദ്അത്തുകളെ ന്യായീകരിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇരുട്ടിന്റെ ശക്തികൾ സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെതിരിൽ ഇന്ന് ശക്തമായി പ്രവർത്തിക്കുന്ന, കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന, തൗഹീദും ശിർക്കും വകതിരിച്ച് സുന്നത്തും ബിദ്അത്തും വേർതിരിച്ച് പഠിപ്പിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് കേരള നദുവത്തുൽ മുജാഹിദീനും കേരള ജംഇയ്യത്തുൽ ഉലമയും നേതൃത്വം നൽകുന്ന സലഫി കൂട്ടായ്മയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് മുടക്കാൻ അത് പാടില്ല, അത് തെറ്റാണ്, അത് നിർത്തിവെക്കണമെന്ന് പറയുന്നത് അതൊരിക്കലും അള്ളാഹുവിന്റെ ദൂതന്മാരുടെ പാരമ്പര്യമല്ല, അമ്പിയാക്കളുടെ പാരമ്പര്യമല്ല. അത് ഇബ്ലീസിന്റെ ദഅവത്താണ്. ഇബ്ലീസിന്റെ ദഅവത്തെന്ന് പറഞ്ഞേ മതിയാവൂ. ആ തരത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് അങ്ങനെ പിഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഈ ദഅവത്ത് നിലച്ചു പോയാൽ അള്ളാഹുവിന്റെ ശിക്ഷയായിരിക്കും നമുക്കുള്ളത്. ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു, കാനൂലായത്തനാഹുനാൻ മുൻകരിം ഫഅലൂഹു, അവർക്കിടയിൽ നടന്നിരുന്ന തെറ്റുകളെ പരസ്പരം അവർ വിരോധിച്ചിരുന്നില്ല എന്നത് കുറ്റമായിട്ടാണ് ഖുർആൻ എടുത്തു പറയുന്നത്. വല്ലദീ നഫ്സി ബിയദിഹി ലതഅമുറുന്ന ബിൽ മഅറൂഫ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, നിങ്ങൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക തന്നെ വേണം. വലതൻഹൗന്ന അനിൽ മുൻകർ, നിങ്ങൾ ചീത്ത കാര്യങ്ങളെ വിരോധിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അള്ളാഹു അവന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ഒരു ശിക്ഷ അയക്കാറാകും, ശിക്ഷ എടുക്കാറെടുത്തിട്ടുണ്ട്. ഈ ഉത്തരവാദിത്വം നിങ്ങൾ നിർത്തിവെച്ചാൽ പിന്നെ നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നതല്ല. നിങ്ങൾ കൈയുയർത്തി അള്ളാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യും, പക്ഷെ ഉമ്മത്തിന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് സലഫി ചെറുപ്പക്കാരെ നിങ്ങൾ ഒരിക്കലും തന്നെ പിന്നോട്ട് പോകരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം യഥാർത്ഥത്തിൽ ഈ ദഅവത്ത് എന്ന് പറയുന്നത്. അത് എല്ലാ പണ്ഡിതന്മാരും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചെറിയ പുസ്തകം, ഹജ്ജിനൊക്കെ പോകുമ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അദ്ദഅവത്തു ഇലല്ലാഹി വഅഖ്ലാഖു ദുആത്ത്. അതിൽ അദ്ദേഹം പറയാണ്, വസറഹൽ ഉലമാഉ അന്ന ദഅവത ഇലല്ലാഹി അസ്സ വജല്ല ഫർളു കിഫായത്തിൻ ബിന്നിസ്ബതി ഇലൽ അഖ്താരി ലത്തി യഖൂമു ഫീഹാ ദുആത്ത് ഫഇന്ന കുല്ല ഖുത്രിൻ വകുല്ല ഇഖ്ലീമിൻ യഹ്താജു ഇല ദഅവ വഇല النشاط فيها فهي فرض كفاية إذا قام بها من يكفي سقط عن الباقين ذلك الواجب وصارت الدعوة في حق الباقين سنة مؤكدة وعملا صالحا جليلا وإذا لم يقم أهل القدر المعين بالدعوة على التمام صار الإثم عاما وصار الواجب على الجميع. കണ്ടോ, പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്,
അള്ളാഹുവിലേക്കുള്ള ക്ഷണം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പൊതുബാധ്യതയാണ് എന്ന് പറഞ്ഞ ദഅവത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ ഉണ്ടാവുകയും അവരെ വിഷയത്തിൽ അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മുസ്ലിം സമുദായത്തിൽ ഇല്ലാതായാൽ എല്ലാവരും അതിന് കുറ്റക്കാരും. അങ്ങനെയുള്ള പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുക, അതിനു പറ്റിയ ദാഴിമാരെ പുറത്തുവിടുന്ന സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിനുവേണ്ടി സദഖയും അതുപോലെ സകാത്തും ഒക്കെ നീക്കി വെക്കുക എന്നത് മുസ്ലിം സമൂഹത്തിന്റെ പൊതുബാധ്യതയാണെന്നാണ് പറയുന്നത്. എല്ലാ നാട്ടിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും അത് ആവശ്യമാണ്. അത് കഴിവുള്ളവർ അത് നിർവഹിച്ചാൽ ബാക്കിയുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവായി. പക്ഷേ ഈ പണ്ഡിതന്മാരെ നിർബന്ധമായി നിർവഹിക്കേണ്ട ഈ ബാധ്യത പണ്ഡിതന്മാർക്ക് മാത്രമാണോ ബാധ്യത? അല്ല, ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്തൻ മുഅക്കദതൻ, പ്രബലമായ സുന്നത്താണ്. വഅമലൻ സാലിഹൻ ജലീല, മഹത്തായ ഒരു പുണ്യകർമ്മവുമാണ് അത്. ഒരു നാട്ടിൽ അങ്ങനെ പൂർണ്ണമായും ആരും ദഅവത്ത് നടത്താത്തൊരവസ്ഥ വന്നാൽ ഇവിടെ ആരും പണ്ഡിതന്മാരില്ല, അതുകൊണ്ട് ദഅവത്ത് പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞെങ്കിൽ എന്താ ഉണ്ടാവുക? അത് എല്ലാവരും അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതരാവുകയാവും ഉണ്ടാവുക. ശൈഖ് ഇബ്നു ബാസ് തുടർന്നു, അത് വ്യക്തി ബാധ്യതയാകുന്നതിനെ സംബന്ധിച്ച് വഅലാ കുല്ലി ഇൻസാനിൻ അൻ യഖൂമ ബിദ്ദഅവതി ഹസ്ബ താഖതിഹി വ ഇംകാനിഹി, ഓരോ മനുഷ്യനും അവന്റെ കഴിവിനും താക്കത്തിനും അനുസരിച്ച് ദഅവ നിർവഹിക്കൽ ബാധ്യതയാണ്. കണ്ട നിങ്ങള് അദ്ദേഹം പറഞ്ഞത് ഓരോരുത്തർക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ എന്താ അറിയാത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ അറിയില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി അവൻ അറിയില്ലേ? 5 വക്ത് നിസ്കരിക്കണമെന്ന് അവൻ അറിയില്ലേ? അത് മറ്റുള്ളവരോട് പറയാൻ അതവന്റെ ബാധ്യതയാണ്. അതിനെതിരായി ഇസ്ലാം വിരോധിച്ച ഹറാമുകൾ നിർവഹിക്കപ്പെടുന്നത് കണ്ടാൽ അരുതെന്ന് പറയാൻ അതവന്റെ ബാധ്യതയാണ്. അമ്മാ ബിന്നദരി ഇലാ ഉമൂമിൽ ബിലാദി ഫൽ വാജിബു അൻ യൂജിദ ത്വായിഫത്തുൻ മുൻതസിബത്തുൻ തഖൂം ബിദ്ദഅവതി ഇലല്ലാഹി അസ്സ വജല്ല. മൊത്തത്തിൽ ഒരു നാടിനെ പ്രത്യേകം എടുത്തു നോക്കുമ്പോൾ അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകം വിഭാഗം ഉണ്ടാകൽ മാത്രമാണ് നിർബന്ധമായിട്ടുള്ളതെങ്കിലും ഓരോ വ്യക്തിക്കും അവനവന്റെ കഴിവിൽപ്പെട്ട് നിർവഹിക്കൽ ബാധ്യതയാണ്. വഖദ് യകൂനു ദാലിക ഫർള ഐനിൻ ഇദാ കുന്ത ഫീ മകാനിൻ ലൈസ ഫീഹി മൻ യുഅദ്ദി ദാലിക സിവാക്. ഒരു നാട്ടിൽ നീ മാത്രമേ ഇത് നിർവഹിക്കാൻ കഴിവുള്ള ഒരാളായിട്ട് ഉള്ളൂ എന്ന് വിചാരിക്കുക. എന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ആ ദഅവത്ത് നിനക്ക് നിർബന്ധമായിരിക്കും. ഇത് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പ് മുതൽക്കേ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരും കച്ചവടക്കാരും വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും വലിയ പണ്ഡിതന്മാരും ചെറിയ പണ്ഡിതന്മാരും എല്ലാവരും കൂട്ടുചേർന്നുകൊണ്ടുള്ള ഈ ദഅവത്തിന്റെ ശൃംഖല, അതാണ് യഥാർത്ഥത്തിൽ തൗഹീദിനെ സംബന്ധിച്ച് കേരള മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്, സുന്നത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുത്തത്. അത് ഇനിയും സുഹൃത്തുക്കളെ തുടരേണ്ടതുണ്ട്. അതാണ് ഈ പ്രസ്ഥാനം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയം. അതിനെതിരായുള്ള പ്രചരണങ്ങളെല്ലാം തെറ്റായ പ്രചരണങ്ങളാണ്. സലഫി പണ്ഡിതന്മാരുടെ പേരിൽ പറയപ്പെടുന്ന വാദങ്ങൾ വലിയ വലിയ മഹാപണ്ഡിതന്മാരുടെ പേരിൽ ഫത്വകളായി മറ്റുമൊക്കെ പുറത്തു വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട എന്ന പുസ്തകം എഴുതിയ വ്യക്തി ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള നദുവത്തുൽ മുജാഹിദീനും കേരള ജംഇയ്യത്തുൽ ഉലമയും നേതൃത്വം നൽകിക്കൊണ്ടുള്ള കേരളത്തിൽ 3/4 നൂറ്റാണ്ട് കാലമായി നടന്നുവരുന്ന സലഫി ദഅവത്ത് അത് ശരിയല്ലെന്നും അത് തെറ്റായ ദിശയിലേക്കാണ് മുസ്ലിമീങ്ങളെ നയിക്കുന്നതെന്നും ഒരു വലിയ പാപത്തിൽ സലഫി പണ്ഡിതന്മാരും അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ഗുണകാംക്ഷികളും നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്, അല്ലെങ്കിൽ പാപത്തിൽ പങ്കുവഹിക്കുകയാണ് എന്നിത്യാദിയുള്ള ചില കുപ്രചരണങ്ങൾ നടന്നതിന്റെ ഫലമായി ദീനിയായി വളരെ താല്പര്യമുള്ള, ദീനിനു വേണ്ടി പണം ചെലവഴിക്കാനും ദീനിനു വേണ്ടി സമയം ചെലവഴിക്കാനും ഒക്കെ തയ്യാറുള്ള പല ചെറുപ്പക്കാരും വഴിതെറ്റിക്കപ്പെടുകയും അവർ നിഷ്ക്രിയരും പ്രവർത്തന രംഗത്ത് നിന്ന് പിൻവാങ്ങിയവരും ഈ പ്രവർത്തനത്തെയും ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയും പുച്ഛിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിഷയം ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട എന്ന പേരിൽ ഒരു പുസ്തകം അത് പ്രചരിപ്പിക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ളത് വ്യക്തമായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ
നിലവിലുള്ള യാതൊരു സംഘടനയിലും ചേരാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ റസൂലിന്റെ ആ ഹദീസിന് എതിര് പ്രവർത്തിച്ചവരായി നമ്മൾ മാറും. ഇതാണ് ഈ ആളുകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഫോണിലൊക്കെ വിളിച്ചു സംസാരിച്ചിരുന്ന കുട്ടികൾ ഇപ്പോൾ വിളിക്കുകയില്ല. കാരണം ഞാൻ ഇടയ്ക്ക് കാണുമ്പോൾ ചോദിക്കും, ഓ അഹ്ലുൽ അഹ്വാഇ വൽ ബിദ്അയിൽ പെട്ടത് കൊണ്ടാവുമല്ലേ? എന്താണ് ഈ അഹ്ലുൽ അഹ്വാഇ വൽ ബിദ്അ? ദേഹേച്ഛകളുടെയും ബിദ്അത്തിന്റെയും ആളുകൾ. അപ്പൊ നദുവത്തുൽ മുജാഹിദീൻ നേതൃത്വം നൽകുന്ന ആളുകളും പണ്ഡിതന്മാരും പ്രവർത്തകരും ഒക്കെ ബിദ്അത്തിന്റെ ആളുകളും ദേഹേച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുമാണ്. അവരോടുള്ള സലഫുകളുടെ നിലപാടെന്താണ്? അവരെ കൂടെ ഇരിക്കരുത്, അവരിൽ നിന്ന് ഇൽമ് നേടരുത്, അവരുമായി കൂടി പെരുമാറരുത്, അങ്ങനെ വളരെയേറെ അവരെ അകറ്റി നിർത്തണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതെങ്കിലും ക്ലാസുകൾക്കോ അല്ലെങ്കിൽ പരിപാടികൾക്കോ ഈ ചിന്താഗതിയിൽ ആകൃഷ്ടരായ ചെറുപ്പക്കാർ വന്നിരിക്കാറില്ല. മാത്രമല്ല, അങ്ങനെ വല്ല പ്രസംഗവും നടക്കുന്നിടത്ത് പോകുമ്പോൾ അവർ രണ്ട് ചെവിയും പൊത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അങ്ങനെയും ഉണ്ടായിക്കൂടുന്നില്ല. നമ്മുടെ നാട്ടിൽ ബഹളമയമായ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. നാം കേൾക്കരുതെന്ന് വിചാരിച്ചാൽ പോലും ഇവിടെ ശിർക്ക് ബിദ്അത്തുകളെ കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകള്, അതുപോലെ തന്നെ മതനിഷേധ പ്രവർത്തനങ്ങൾ, നിർമ്മതവാദങ്ങൾക്ക്, ഭൗതികവാദങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ, ഇതിന്റെയൊക്കെ ശബ്ദം നാം കേൾക്കരുതെന്ന് വിചാരിച്ചാൽ പോലും കേൾക്കും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു തൗഹീദിന്റെ ശബ്ദം ഒളിഞ്ഞു നിന്ന് പോലും കേട്ടാൽ കുറ്റമായി പോകുമെന്ന് നമ്മുടെ ചില ചെറുപ്പക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഖുർആനും സുന്നത്തും മുമ്പിൽ വെച്ച് ഗവേഷണം ചെയ്തു കണ്ടെത്തിയ ഒരു പുതിയ ആശയമാണ് എന്നാണ് ഈ ചെറുപ്പക്കാര് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇത് അറബ് രാജ്യങ്ങളിൽ കുറെ വർഷങ്ങളായി പലരും ചർച്ച ചെയ്ത് വളരെ ഗൂഢമായി സലഫി കേന്ദ്രങ്ങളിൽ പ്രചരിപ്പിച്ച് സലഫി പ്രബോധനത്തെ ദുർബലമാക്കാൻ വേണ്ടി ശത്രുക്കൾ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് പഴക്കമുള്ള ഒരു ആയുധമാണിത്. അത് ഇപ്പോൾ കേരളത്തിലെ ചില ആളുകൾ സ്പോൺസർ ചെയ്ത് ഇവിടെയും എത്തി എന്ന് മാത്രം. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആന്റെയോ തിരുസുന്നത്തിന്റെയോ പിൻബലമുള്ള ഒരു വാദമല്ല ഇത്. പ്രമുഖരായ സലഫി പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ മംലക്കത്തുൽ അറബിയത്ത് സഊദിയയുടെ മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ്, ഈ കാലഘട്ടത്തിലെ മുഹദ്ദിസെന്നും മുജദ്ദിദെന്നും സലഫി ലോകം അംഗീകരിക്കുന്ന അല്ലാമ മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി, വളരെ പ്രശസ്തനായ ഉസൈമീൻ, ഷെയ്ഖ് ഉസൈമീൻ, അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ, ഹയ്യത്തു കിബാറുൽ ഉലമ എന്ന സൗദിയിലെ വലിയ പണ്ഡിത സഭ, അതിലൊക്കെയുള്ള പണ്ഡിതന്മാർ, അവർ ഇത്തരം നീക്കങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ നാട്ടിൽ വാസ്തവത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് കേരളത്തിൽ സലഫി സംഘടനകൾ നിലകൊള്ളുന്നത്? കേവലം ദഅവത്ത് എന്നൊരു കാര്യം മാത്രമല്ല, അള്ളാഹുവിന്റെ വചനം ഉന്നതമായിരിക്കുവാൻ വേണ്ടി ഒരു മുസ്ലിം നടത്തുന്ന എല്ലാ ത്യാഗ പരിശ്രമങ്ങളെയും അതെല്ലാം ഒരുമിപ്പിക്കുക എന്ന ദൗത്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സലഫി സംഘടനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കിതാബും സുന്നത്തും സലഫ് സാലിഹുകളുടെ സച്ചരിതങ്ങളും പ്രചരിപ്പിക്കുക, പള്ളികളും മദ്രസകളും കോളേജുകളും വഖഫ് സ്വത്തുകളും ഒക്കെ സംരക്ഷിക്കുകയും നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുക, ഇസ്ലാമിക വിജ്ഞാനങ്ങളും അതുപോലെ തന്നെ അറബി ഭാഷയും ഇസ്ലാമിക ചരിത്രവും ഒക്കെ പ്രചരിപ്പിക്കുക, അതിനു പറ്റിയ മദ്രസകളും കോളേജുകളും ഒക്കെ നടത്തുക, മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിച്ച് അവരെ വിവരമുള്ളവരാക്കുക, തൗഹീദും സുന്നത്തും അതുപോലെ തന്നെ ശിർക്കും ബിദ്അത്തും എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ശിർക്ക് ബിദ്അത്തുകളെയും തജ്ജന്യമായ ഖുറാഫാത്തുകളെയും സർവശക്തിയും ഉപയോഗിച്ച് എതിർക്കുക, 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിലേക്ക് കേരള മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിക്കുക. വാസ്തവത്തിൽ അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം. മാനുഷികമായ എന്തെങ്കിലും അബദ്ധങ്ങളോ ചില കേരളത്തിലും ഇന്ത്യയിലുമുള്ള ചില പരിമിതികളോ ഒക്കെ ചില പ്രശ്നങ്ങൾക്കൊക്കെ ചില ന്യൂനതകൾക്ക് കാരണമായിട്ടുണ്ടാകാം. അത് ഏത് മനുഷ്യൻ പ്രവർത്തിക്കുന്ന എല്ലാ രംഗങ്ങളിലും ഉണ്ടാകും.
പക്ഷെ ഇങ്ങനെയുള്ള മഹത്തായ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുക, അതിന്റെ അനുഭാവിയായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും താൻ ചെയ്യുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കലാണ്. ആളുകൾക്കിടയിൽ ആ പേരിൽ അറിയപ്പെടും, ഞാൻ സലഫിയാണ്, ഞാനൊരു മുജാഹിദ് പ്രവർത്തകനാണ്, ഞാനൊരു ഇസ്ലാഹി പ്രവർത്തകനാണെന്ന് അഭിമാനത്തോടെ പറയുന്നതിൽ ഒരു തെറ്റും ഇസ്ലാഹി പ്രവർത്തകർ കാണുന്നില്ല. പക്ഷെ ഇതെല്ലാം തിന്മയാണ്. ഈ സംഘടനയുമായി സഹകരിക്കൽ തിന്മയിൽ സഹകരിക്കലാണ് എന്ന പ്രചാരണം അത് വളരെ ഗുരുതരമായ തെറ്റായ പ്രചരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം, അതേസമയം കുറ്റകരമായ കാര്യങ്ങളിൽ ശത്രുതാപരമായ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംഘടന തിന്മയാണെന്ന് പറയുന്നവർ ആ പുസ്തകം വായിച്ചു നോക്കിയാൽ വെറും തിന്മയാണെന്നല്ല പറയുന്നത്, അത് ബിദ്അത്താണെന്നാണ് പറയുന്നത്. ബിദ്അത്താണെന്ന് പറഞ്ഞാൽ എന്തായി? വലിയ അപകടമായത്. സാധാരണ തിന്മയേക്കാൾ തിന്മകളുടെ കൂട്ടത്തിൽ വലിയൊരു തിന്മയായി അത് മാറും. സുന്നത്തിന്റെ നേർ വിപരീതമായ ബിദ്അത്ത്. വാസ്തവത്തിൽ ഇതൊരു സുന്നത്താണ്, സംഘടനയുണ്ടാക്കൽ ഫറളാണ് എന്ന അർത്ഥത്തിലല്ല മുജാഹിദ് പ്രസ്ഥാനം ഇത് പ്രവർത്തിക്കുന്നത്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, സംഘടനയുണ്ടാക്കൽ ഫറളാണോ സുന്നത്താണോ? സംഘടനയുണ്ടാക്കുക, സംഘടനാപരമായ ചട്ടക്കൂടുകൾ ഉണ്ടാക്കുക എന്നത് ഇസ്ലാമിൽ ജായിസായ ഒരു കാര്യമാണ്. പക്ഷെ സംഘടന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോ അത് പരലോകത്ത് പുണ്യം കൂട്ടുന്ന ദഅവത്ത് മുതൽക്ക് ഞാനിപ്പോൾ എണ്ണി പറഞ്ഞിട്ടുള്ള ഈ വക കാര്യങ്ങളാണ്. അതൊരിക്കലും തന്നെ തെറ്റായ കാര്യമല്ല. അള്ളാഹു അവന്റെ കിതാബിലൂടെയും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സുന്നത്തിലൂടെയും പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅദുഹു ബഅദാ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിൻ ഒരു കെട്ടിടത്തെ പോലെയാണ്, അതിന്റെ ചില ഭാഗങ്ങൾക്ക് ശക്തി പകരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ കൂട്ടായ പ്രവർത്തനത്തിന്റെ മഹിമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കൂട്ടായ പ്രവർത്തനത്തിന്റെ മഹിമയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ. അല്ലാഹുവിന്റെ മാർഗത്തിൽ അണിയായി നിന്നുകൊണ്ട് പോരാടുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. കാന്നഹും ബുൻയാനും മർസൂസ്, ബലവത്തായ ഒരു കെട്ടിടം കണക്കെ. മുസ്ലിമീങ്ങള് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി നിന്ന് പരസ്പര സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ദീനിയായ കാര്യങ്ങളിൽ തആവുൻ ശർഈ, പരസ്പരമുള്ള ശർഈയായ സഹകരണവും ശർഈയായ സഹായം, അതാണ് യഥാർത്ഥത്തിൽ ഈ സംഘടനയിൽ ഓരോ പ്രവർത്തകരും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, ഈ സംഘടന ആദർശ പ്രചരണങ്ങൾക്ക് വേണ്ടി, അതുപോലെ ഈ സംഘടന ഏർപ്പെടുന്ന മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളെ ഈ വക കാര്യത്തിലുള്ള ഒരു സഹായമാണ് നൽകുന്നത്. നാം നമ്മുടെ മെമ്പർഷിപ്പ് ഫോറങ്ങളിലൊക്കെ എഴുതി കൊടുക്കാറുണ്ടല്ലോ, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമായി തീരുന്നതിന് വേണ്ടി ഈ സംഘടന ഏർപ്പെടുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും ഞാൻ എന്റെ സഹകരിക്കുന്നതാണ് എന്നാണ്. കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മെമ്പർഷിപ്പ് ഫോറത്തിൽ നാം എഴുതി ഒപ്പിട്ട് കൊടുക്കാറുണ്ട്. അതെല്ലാം തെറ്റായ പ്രതിജ്ഞയാണെന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രസംഗത്തിൽ അവിടേക്ക് വരുന്നുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായി പ്രവർത്തിക്കുവാനുള്ള അള്ളാഹുവിന്റെ ആഹ്വാനം, അതുപോലെ തന്നെ അലൈക്കും ബിൽ ജമാഅ വയ്യാക്കും ബിൽ ഫുർഖ, നിങ്ങൾ സംഘടിതമായി നിലകൊള്ളണം, ഭിന്നിപ്പിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ശൈത്താന മഅൽ വാഹിദ് വഹുവ മിനൽ ഇസ്നൈനി അബ്അദ്. പിശാചി ഒറ്റപ്പെട്ടു നിൽക്കുന്നവനോടൊപ്പമാണ്, രണ്ടാളായാൽ അവൻ കുറച്ചുകൂടി അകന്നു പോകും. മൻ അറാദ ബുഹ്ബൂഹത്തൽ ജന്ന ഫൽയൽസമിൽ ജമാഅ. അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുസ്ലിമീങ്ങളുടെ സംഘത്തോടൊപ്പം നിൽക്കട്ടെ എന്ന് ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാഹി പ്രസ്ഥാനം നേതൃത്വം നൽകി നടപ്പാക്കി വരുന്ന ഓരോ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ വ്യക്തികൾ സ്വന്തം നിലക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഫലവത്തായി നമുക്ക് സംഘടനയിലൂടെ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നല്ല, പല കാര്യങ്ങളും വ്യക്തികൾക്ക് സ്വന്തമായി നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കൂടിയാണ്. ഓരോ പ്രദേശത്തെയും മുസ്ലിമീങ്ങളെ കൂട്ടായി അത് നിർവഹിക്കുകയാണ്. ഇസ്ലാമിക രാജ്യത്തെ പോലുള്ള രാജ്യത്തല്ല നാം ജീവിക്കുന്നത്. സൗദി അറേബ്യ പോലുള്ള സ്ഥലത്ത് അവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് അവിടെ ദഅവത്തിന് വേണ്ടി പണ്ഡിതന്മാരെ ശമ്പളം കൊടുക്കുന്നത്. അവിടെ ഹയ്യത്തു കിബാറുൽ ഉലമ, വലിയ പണ്ഡിത സമിതി, അവിടുത്തെ ഫത്വാ ബോർഡ്, ഇതൊക്കെ അവിടുത്തെ ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് നിർത്താണ്.
ദഅവത്തും ഇഫ്താവും ഇർഷാദും തൗജീഹും വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണവും ഇതെല്ലാം ഗവൺമെന്റ് ചെലവിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം സമൂഹവും ആ മുസ്ലിം സമൂഹത്തിന് വേണ്ടി ബൈഅത്ത് ചെയ്യപ്പെട്ട ഒരു ഭരണാധികാരിയുമുള്ള ഒരു ജമാഅത്തും ഇമാമുമുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. എന്നാൽ നമ്മുടെ സ്ഥിതി അതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണ്ടുകാലം മുതൽക്ക് ഓരോ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുകയും പള്ളികളും മദ്രസകളും സ്ഥാപിക്കുകയും ഇസ്ലാമിക കലാലയങ്ങൾ സ്ഥാപിക്കുകയും മുസ്ലിമീങ്ങൾക്കിടയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെ സംരക്ഷിക്കുകയും അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ പണ്ട് മുതൽക്കേ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പിന്നെ മുസ്ലിമീങ്ങളെ പൊതുവായ ഒരു ഉത്തരവാദിത്തമായ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ രൂപീകരിക്കുക എന്നത് അത് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് പണ്ഡിതന്മാരാരും തന്നെ പറഞ്ഞിട്ടില്ല. അത് പണ്ഡിതന്മാരുടെ പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്നു എന്നത് മാത്രമാണ്. എന്റെ കയ്യിലിരിക്കുന്നത് കുവൈത്തിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമിയത്ത് ഇഹ്യാഉത് തുറാസിൽ ഇസ്ലാമി, ഇസ്ലാമിക് ഹെറിറ്റേജ് റിവൈവൽ ഓഫ് ഇസ്ലാമിക് ഹെറിറ്റേജ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന സംഘടനയുടെ മാർഗരേഖയാണ്. ഈ ജമിയത്ത് ഇഹ്യാഉത് തുറാസിൽ ഇസ്ലാമി ദഅവത്ത് കാര്യങ്ങളിൽ അവരുടെ നയനിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് ഇറക്കിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ അവർ ആദ്യം തന്നെ പുസ്തകമായി പുറത്തിറക്കല്ല, അവർ പണ്ഡിതന്മാരുടെ മുമ്പിൽ അവരുടെ ഈ മൻഹജ്, അവരുടെ ഈ നയരേഖ, ഈ നിലപാട് രേഖ അവർ സമർപ്പിക്കുകയുണ്ടായി. وقد كنا من اجل ذلك بأرض الى سماحة الشيخ عبد العزيز بن عبد الله بن باز مفتي عام المملكة العربية السعودية فأبدى ما لديه من ملاحظات وأثبتت في مواليها كما سبق بيان في مقدمة الطبعة الأولى. ഈ മൻഹജ് ഞങ്ങൾ ആ കാലഘട്ടത്തിലെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ബിൻ ബാസിന്റെ മുമ്പിൽ സമർപ്പിച്ചു. അദ്ദേഹം അതിൽ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് വകയായി ഇതുകൂടി ഉൾപ്പെടുത്തണം, ഇന്നത് ഇങ്ങനെയാക്കണമെന്നൊക്കെ അദ്ദേഹം പറയുകയും അത് അതാതിന്റെ സ്ഥാനങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു മൻഹജ് രേഖ പുറത്തിറക്കുമ്പോൾ കൂടുതൽ പണ്ഡിതന്മാരുമായി കൂടി ആലോചിക്കുന്നത് നല്ലതാണ് എന്ന താല്പര്യത്താലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സ്ഥിരീകരിക്കണമെന്ന താല്പര്യത്താലും സുന്നത്തിനെ സ്നേഹിക്കുന്നവരായി അറിയപ്പെട്ട വലിയ പണ്ഡിതന്മാർക്കും ഞങ്ങൾ ഇത് സമർപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളാണ്, ഇതൊന്നും പണ്ഡിതന്മാരുടെ പിന്തുണയുള്ളതല്ല എന്നൊക്കെ ചില ആളുകൾ പിന്നീട് പറയാൻ ഇടവരും. അത്തരം സംശയങ്ങളെ ദൂരീകരിക്കുവാൻ വേണ്ടിയും അതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിക്ക് ഞങ്ങൾ ഇത് സമർപ്പിച്ചു. ഞങ്ങൾ ഈ തയ്യാറാക്കിയ നയരേഖ അത് ശരിയായതാണെന്ന് അദ്ദേഹം കണ്ടെത്തിയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കാണ്. ഫഖാൽ അദ്ദേഹം പറഞ്ഞു, ലഖദ് വജദ്തുൽ മിൻഹാജൽ മദ്കൂറ സാലിഹ വൽഹംദുലില്ലാഹ് വലം തബയ്യൻ ഫീഹി മാ യസ്തഹിഖു അൻ അദ്കുറഹു ഔ ഉനബി അലൈഹി ഇല്ലാ മസായില ഖലീല വമഹ്ദൂദ. ഏതാനും ചില മസലകളിൽ നിർണിതമായ ചില പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമേ എനിക്ക് ചില ഉണർത്തേണ്ടത് വന്നിട്ടുള്ളൂ, ഓർമ്മപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് അംഗീകാരം ഉണ്ടായി. കമാ ഉരിദൽ മൻഹജു അലാ ഫളീലത്തി ഷെയ്ഖ് സാലിഹ് ബിൻ ഫൗസാൻ അൽ ഫൗസാൻ ഉളൂ ഹയ്യത്ത് കിബാറുൽ ഉലമാഇ ബിൽ മംലക്കത്തിൽ അറബിയ്യത്ത് സഊദിയ്യ. അതുപോലെ തന്നെ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ സൗദി പണ്ഡിത സഭയിലെ വലിയ പണ്ഡിത സഭയിലെ അംഗമായ വ്യക്തി, അദ്ദേഹം പറഞ്ഞത് ഫഖദ് ഇത്തലഅതു അലാ നുസ്ഖത്തിൻ മിൻ മൻഹജ് ജമിയത്ത് ഇഹ്യാഉത് തുറാസിൽ ഇസ്ലാമി ലിദ്ദഅവതി വത്തൗജീഹ് ഫവജദ്തുഹു മൻഹജൻ സ്വഹീഹാ. അടോ ഞാൻ ഈ മൻഹജ് വായിച്ചു നോക്കി, അത് സഹീഹായ മൻഹജാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. യതമശ്ശാ അൽ കിതാബി വസ്സുന്ന വമാ തഹ്താജുൽ ഉമ്മ. കിതാബിനോടും സുന്നത്തിനോടും ഒപ്പം സഞ്ചരിക്കുന്നതാണിത്, മുസ്ലിം ഉമ്മത്തിന് ആവശ്യമുള്ളതാണ്. ഫജസല്ലാഹുൽ ഖായിമിന അലാ ഹാദിഹിൽ ജമിയത്ത് ഖൈറൽ ജസാ. എന്നിട്ട് ഈ ജമിയത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മസ്ജിദ് ജാമിയ ഇസ്ലാമിയ മദീനത്തുൻ നബവിയ, അവിടുത്തെ ഷെയ്ഖായിരുന്ന ഫളീലത്ത് ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുല്ലാ അൽ അബൂദ്, അദ്ദേഹത്തിനും ഈ മൻഹജ് അവർ സമർപ്പിക്കുകയും അദ്ദേഹത്തിന് മുലാഹലാത്തുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ പുറത്തിറക്കിയിട്ടുള്ള ഈ മാർഗരേഖ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജമിയത്ത് ഇഹ്യാഉത് തുറാസുമായി പതിറ്റാണ്ടുകളുടെ ബന്ധമാണ് നമുക്കുള്ളത്. നമ്മുടെ കുറെ പള്ളികളും സ്ഥാപനങ്ങളും അതിനുവേണ്ട സഹായങ്ങളും ഒക്കെ തരുന്നതിൽ പങ്കുവഹിക്കുന്ന
ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ സുതാര്യമായ, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളിൽ വളരെ സുതാര്യമായ നല്ല നിലപാടുകളുള്ള ഒരു സംഘടനയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അത് സമ്പത്ത് സ്വീകരിക്കുന്നതിലും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ഒക്കെ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് ഇവിടുത്തെ ഓഡിറ്റും അക്കൗണ്ടും എല്ലാം സൂക്ഷിച്ചുകൊണ്ടുള്ള രീതിയിൽ അങ്ങനെ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളിൽപ്പെട്ട ഒരു സംഘടനയാണ് യഥാർത്ഥ ജമിയത്ത് ഇഹ്ദാത്തുൽ ഇസ്ലാമി എന്ന് പറയുന്നത്. ആ സംഘടന നമ്മളെപ്പോലെ തന്നെ സലഫി ആശയം സംഘടിതമായി പ്രബോധനം ചെയ്തുകൊണ്ട് കുവൈത്തിൽ നിലനിൽക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയിലെ മുസ്ലിം സമൂഹത്തിന്റെ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചെറിയതെങ്കിലും 5-ാമത്തെ കാര്യം അൽ മൗഖിഫു മിനൽ അമലിൽ ജമാഇ, സംഘടിതമായ പ്രവർത്തനത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ നിലപാട്. മിനൽ ഉസൂലിൽ ഹാമ്മത്തില്ലത്തി അഖദത്ത് അശ്ശരിയ വഹസ അലൈൽ ഖുർആൻ അൽ-ഇഅ്തിസാമു ബിഹബ്ലില്ലാഹ് വതആവുനു അലൽ ബിർരി വത്തഖ്വ കമാ ഖാല തആല വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. ഈ ശരീഅത്ത് ഊന്നി പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉസൂലുകളിൽപ്പെട്ടതാണ്, ഖുർആൻ പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, ബിർറിലും തഖ്വയിലും പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം സഹായിക്കുക എന്നത്. അതാണ് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്ന ആയത്തിന്റെ താല്പര്യം, വതആവുനു അലൽ ബിർരി വത്തഖ്വ എന്നതും. പിന്നീട് ഹദീസുകളും മറ്റുമൊക്കെ എടുത്തുകൊടുത്ത് അവർ ഈ കാര്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് ജമിയത്ത് ഇഹ്ദാത്തുൽ ആളുകൾ തയ്യാറാക്കി എന്നതല്ല ഇതിന്റെ പ്രത്യേകത. ഈ പറഞ്ഞ പണ്ഡിതന്മാർക്ക് ഇത് സമർപ്പിച്ചിട്ട് അവർ അംഗീകരിച്ചു എന്നതാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ ഇതിന്റെ മുഖവര വായിക്കാൻ കാരണം. വനറ അന്നൽ അമലൽ ജമാഇയ ഫി ഉമൂരി ദഅവതി ഇലല്ലാഹി തആല അൻഫഉ വഅഫ്ളൽ മിനൽ അമലിൽ ഫർദി. അതുകൊണ്ട് തന്നെ ദഅവ അല്ലാഹുവിലേക്കുള്ള ക്ഷണിക്കുക എന്ന കാര്യത്തിൽ സംഘടിതമായി പ്രവർത്തിക്കുക എന്നത് വളരെ ഉപകാരപ്രദമാണ്, വളരെ ശ്രേഷ്ഠമാണ് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സംബന്ധിച്ച് സംസാരിച്ചു വരികയാണ്. ഈ പുസ്തകത്തിന്റെ 40-ാമത്തെ പേജിൽ അവർ പറയുന്നു, വഅലൈഹി ഫഇന്നനാ നറാ അന്ന ഇഖാമത ജമാഅത്തിൻ ഔ ജംഇയ്യത്തിൻ ദഅവിയ ഫീ കുല്ലി ബലദിൻ ലിനശ്രി ദീൻ സ്വാഫി. ശരിയായ കലർപ്പില്ലാത്ത ഇസ്ലാം മതം പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടി എല്ലാ നാട്ടിലും ദഅവ സംഘടനകൾ അതുപോലെ തന്നെ ദഅവ സംഘങ്ങൾ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ വെളിവാക്കുന്നതിനു വേണ്ടും ബിദ്അത്തുകളോട് പോരാടുന്നതിനു വേണ്ടിയും കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ യുവാക്കളെ ട്രെയിൻ ചെയ്തെടുക്കുന്നു, വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി സലഫുസാലിഹുകളുടെ കർമ്മമാർഗത്തിന്റെ അടിസ്ഥാനത്തിലും ഇതെല്ലാം അംറുൻ മശ്റൂഅ്. ഇങ്ങനെ സംഘടന സ്ഥാപിക്കുക, അതുപോലെ തന്നെ സംഘങ്ങൾ സ്ഥാപിക്കുക എന്നത് മശ്റൂആയ കാര്യമാണ്, ശറഈൽ അംഗീകരിക്കപ്പെട്ടതും മുസ്തഹബുൻ നല്ലതുമാണ്. വനഫ്ഉഹു അക്ബറു മിൻ നഫ്ഇ ദഅവത്തിൽ ഫർദിയ. ഒറ്റക്കൊറ്റക്കുള്ള ദഅവത്തിനേക്കാൾ വളരെയേറെ ഫലമുള്ളതാകുന്നു ഇത് അന്ന മജാലത തനാസുഹി വതഖ്വീമൽ മസീറത്തി വതർജിഹൽ മസാലിഫിൽ അമൽ ജമാഇ അംകൻ വൈസ്റമൽ അമലിൽ ഫർദി. അപ്പൊ ഒറ്റക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ സംഘമായ പ്രവർത്തനത്തിന് കുറെ മെച്ചങ്ങളുണ്ടെന്നും അതിന് തെളിവുകൾ വമിനൽ അദില്ലത്തി അലാ മാ ദഹബനാ ഇലൈഹി എന്ന് പറഞ്ഞിട്ട് ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചിട്ട് അവർ സമർത്ഥിക്കാണ്. വനറ വീണ്ടും അവർ പറയുന്നു അന്ന ഇഖാമത ജമാഅത്തിൻ സലഫിയ്യത്തിൻ വാലിഹത്തിൽ അഹ്ദാഫ് ഇന്നമാ ഹുവ വസീലത്തുൻ ലിഖിദ്മത്തിദ്ദീൻ. വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടിയ ഒരു സലഫി സംഘടന സ്ഥാപിക്കുക എന്നത് ദീനിനെ സേവനം ചെയ്യുന്നതിനുള്ളൊരു മാർഗമാണ്. വൽഅമൽ അലാ റിആയത്തി മസാലിഹിൽ മുസ്ലിമീൻ. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ളതും വതഖദീമിൽ ഖൈരി ലഹും, മുസ്ലിമീങ്ങൾക്ക് നന്മ സമർപ്പിക്കുവാനും. വലൈസ ദാലിക മിനൽ ഹിസ്ബിയ്യത്തി അല്ലതി നഅശ്റഉ അൻഹാ. ശർഅ് വിരോധിച്ച കക്ഷിത്വത്തിൽപ്പെട്ടതല്ല ഇത്. ഹിസ്ബിയ്യത്ത് പാടില്ല, കക്ഷിത്വം പാടില്ല എന്ന് ശർഅ് പറഞ്ഞിട്ടുണ്ട്. ഈ സംഘടന, ഇങ്ങനത്തെ സംഘടന, സലഫി സംഘടനകൾ ഉണ്ടാക്കൽ ഒരിക്കലും ഹിസ്ബിയ്യത്തല്ല. ബൽ നറാ അന്ന ദാലിക മിനൽ വസായിലിൽ മുയസ്സറതി ലിഖിദ്മത്തിദ്ദീൻ. ദീനിനെ സേവിക്കുന്നതിന് എളുപ്പമായ മാർഗങ്ങളിൽപ്പെട്ടതാണ് ഇത് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു. വനശ്രീ ദീനിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയും വൽ ഖിയാം ബിവാജിബിൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ വഖാസത്തൻ ഫിൽ ബുൽദാനിൽ ലത്തി അഹ്മലത് ഹാദിഹിൽ ഫരീള. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന നിർബന്ധ ബാധ്യത അത് നിർവഹിക്കുവാൻ പ്രത്യേകിച്ചും ഇങ്ങനെ ഈ ഫരീളത്തിന്, ഈ നിർബന്ധ ബാധ്യത അവഗണിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഇത് ഞാൻ വായിച്ചെന്തിനാണെന്ന് ചോദിച്ചാൽ, ജമിയത്തുൽ ഇസ്ലാമിയുടെ ഈ മൻഹജ് ഈ പറഞ്ഞ പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ഒരിക്കലും തന്നെ സംഘടനയുണ്ടാക്കുക എന്നത് ഹിസ്ബിയ്യത്തല്ലെന്നും ദീനിയായ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുവാൻ ഇത്തരം സംഘടനകൾ സ്ഥാപിച്ച് നടത്തുന്നത് ശരിയാണെന്നും ഇവർ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ഇതാണ് അവരിത് പുറത്തിറക്കാൻ തന്നെയുള്ള കാരണം. ഈ പുസ്തകത്തിൽ അവരുടെ എല്ലാ നിലപാടുകളും വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. അറബി അറിയുന്ന ആളുകൾക്ക് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സുഡാനിലെ ജമാഅത്ത് അൻസാർ സുന്ന എന്ന സംഘടനയെ സംബന്ധിച്ച് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഷെയ്ഖ് അബ്ദുല്ലാ സബത്തിന്റെ ഹുക്മുൽ അമലുൽ ജമാഇ, പൊതുപ്രവർത്തനത്തിന്റെ, ഇസ്ലാമിൽ സംഘടിത പ്രവർത്തനത്തിന്റെ വിധി എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തെ കുറിച്ചും അബ്ദുല്ലാ സബത്ത് ആരാ, അയാളൊരു ബിസിനസ്സുകാരനല്ലേ എന്നൊക്കെ പറയുന്ന ആളുടെ ശരിയാണ്, അദ്ദേഹം ആരോ ആകട്ടെ. പക്ഷെ ഈ പുസ്തകം ജമിയത്തു ശരിയ ആണ് കുവൈത്തിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. മാത്രമല്ല ഖറഅഹു വഅജാസഹു ഫളീലത്തു ശൈഖ് സാലിഹ് ഇബ്നു ഫൗസാൻ ഇബ്നു അബ്ദുല്ലാ അൽ ഫൗസാൻ ഉളു ഹയ്യത്ത് കിബാറുൽ ഉലമാ ബിൽ മംലക്കത്തിൽ അറബിയ്യത്തി സഊദിയ, സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സമിതിയിൽ അംഗമായ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ അദ്ദേഹം ഇത് വായിച്ച് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടാണ് അവരിത് പുറത്തിറക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ കത്ത് ഇതിന്റെ മുഖവരിയിൽ കാണാം. ഫഖദ് ഇത്തലഅതു അലാ കിതാബി ഹുക്മുൽ അമലുൽ ജമാഇ ഫിൽ ഇസ്ലാം ലിമുഅല്ലിഫി ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ ഖലഫ് അസ്സബത്ത്. ഞാൻ ഈ പുസ്തകം വായിച്ചു. ഇസ്ലാമിൽ സംഘടിത പ്രവർത്തനത്തിന്റെ വിധി എന്ന ഈ പുസ്തകം ഞാൻ വായിച്ചു. ഫവജത്തുഹു ജയ്യിദൻ ഫീ മൗദൂഇഹി, അത് അതിന്റെ വിഷയത്തിൽ വളരെ നല്ലതായി എനിക്ക് തോന്നി. മുവല്ലഹൻ ലികതീരി മിനൽ മശാകിൽ ലത്തി തറൂജു ഫി സാഹത്തി ഫി ഹാദ സമാൻ, ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾ ഇതിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഫജസാഉല്ലാഹു ഖൈറ, അള്ളാഹു ഇതിന്റെ ഇത് എഴുതിയ ഗ്രന്ഥകാരന് പ്രതിഫലം നൽകട്ടെ, നന്മ പ്രതിഫലം നൽകട്ടെ. വനഫഅ ബിമജ്ഹൂദിഹി, അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് പ്രയോജനം ഉണ്ടാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് സാലിഹ് ഇബ്നു ഫൗസാൻ ഇബ്നു അബ്ദുല്ലാ അൽ ഫൗസാൻ 11/11/1421. കണ്ടോ? എന്നിട്ട് ഈ ജമിയത്ത് ശരിയ അവർ കുവൈത്തിൽ നിന്നും ഈ പുസ്തകം പുറത്തിറക്കിയപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഈ ഫത്വ അതിൽ അവർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ജമാഅത്ത് അൻസാർ സുന്നത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്നത് സുഡാനിലും അതുപോലെ തന്നെ മിസ്റിലുമൊക്കെ നമ്മളെപ്പോലെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സലഫി സംഘടനകളാണ്. അതിനെ സംബന്ധിച്ച് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു വസല്ലം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ് ഫഇന്ന ജമാഅത്ത് അൻസാർ സുന്നത്തുൽ മുഹമ്മദിയ ഫി സുദാൻ മഅറൂഫത്തുൻ ലദയ്യ മിൻ ദഹ്രിൻ തവീൽ. ജമാഅത്ത് അൻസാർ സുന്നത്തുൽ മുഹമ്മദിയ എന്ന സംഘടന സുഡാനിൽ പ്രവർത്തിക്കുന്നത് വളരെ കാലം മുതൽക്കന്നെ അറിയപ്പെട്ടതാണ് ഞങ്ങൾക്ക്. മിൻ അശ്റാത്തി സിനിൻ, പതിറ്റാണ്ടുകളായി. വഹിയ മശ്കൂറത്തുൽ അമൽ മശ്കൂറത്തുസ് സീറ ഫിമാ അലമു വഫിമാ സബത ഇൻദി, ഞാൻ അറിഞ്ഞിടത്തോളം എന്റെ അടുക്കൽ കിട്ടിയ വിവരത്തിനനുസരിച്ചും വളരെ നല്ല പ്രവർത്തനം, സ്തുത്യർഹമായ പ്രവർത്തനം നിർവഹിക്കുന്നവരാകുന്നു അവർ. വനസ്അലുല്ലാഹ അൻ യുളാഇഫ മസൂബതഹാ വയുഅയ്യിദഹാ മിൻ കുല്ലി ഖൈർ വയൻഫഅ ബിജുഹൂദിൽ മുസ്ലിമീന ഫി സുദാൻ വഗൈരിഹി. സുഡാനിലും അതല്ലാത്ത സ്ഥലത്തുമൊക്കെ അവരുടെ പ്രവർത്തനം കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഗുണം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുവാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ വ്യക്തമായി ജമാഅത്ത് അൻസാർ സുന്നയെ പ്രശംസിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വലാ ശക്ക അന്ന ജമാഅത്ത് അൻസാർ സുന്ന ഫി സുദാൻ വജമാഅത്ത് അൻസാർ സുന്ന ഫി മിസ്ർ ലഹുമാ ആഥാറുൻ അളീമത്തുൻ ഫിൽ ഖൈർ വഫി തൗജീഹിൻ നാസിൽ ഖൈർ വഇലൽ അഖീദത്തി സലഫിയ്യ. സുഡാനിലാകട്ടെ മിസ്റിലാകട്ടെ അൻസാർ സുന്ന എന്ന് പറയുന്ന ഈ സംഘടന അവർക്ക് വളരെ മഹത്തായ പല അസറുകളും പ്രതികരണങ്ങളും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് നന്മയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ നന്മയിലേക്ക് വഴി കാണിക്കുന്നതിലും സലഫി അഖീദയിലേക്ക് തിരിച്ചുവിടുന്നതിലും അവർക്ക് ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഫലാശക ഇന്ത്യ അന്നഹാദിൽ ജമാഅത്തുൻ തയ്യിബത്തുൻ വമുഫീദത്തുൻ നാഫിഅ, ഇത് നല്ല സംഘടനയാണ്, ഉപകാരമുള്ളതാണ്, അത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന സംഘടനയാണ്. വലഹ ആഥാറുൻ അളീമത്തുൻ ഫീ തൗജീഹിൽ ആമ്മ ഇലൽ ഖൈർ വതഹദീൻ നാസ് മിനൽ ശിർക്ക് ബില്ലാഹ് വദഅവതു ഇലാ തൗഹീദില്ലാഹി വഇലാ ഇത്തിബാഇ സുന്ന വൽ ഹദ്രി മിനൽ ബിദഅ നസ്അലുല്ലാഹ അൻ യസീദഹും മിനൽ തൗഫീഖ് വൽ ഹിദായ. ജനങ്ങൾക്ക് ശിർക്ക് ബിദഅത്തുകളെ സംബന്ധിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനും അതുപോലെ പൊതുജനത്തെ നന്മയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിലും ഇവർക്ക് വലിയ പ്രവർത്തനങ്ങളുണ്ട് എന്ന് പറഞ്ഞതിനെ പ്രശംസിക്കുകയാണ്. ഇത് ഞാനിവിടെ വായിച്ചെന്തിനാണെന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളവരൊക്കെ സംഘടന ബിദഅത്താണെന്ന് പറഞ്ഞവരാണ്, സംഘടനയിൽ പ്രവർത്തിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞവരാണ് എന്ന കുപ്രചരണം ഇവിടെ വല്ലാതെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എത്രയോ ഫത്വകളിലൂടെ നമുക്കത് തെളിയിക്കാൻ സാധിക്കും. ഇതിൽ തന്നെ വേറെ മറ്റൊരു ചില ആളുകൾ പറയുന്നല്ലോ സംഘടനാപരമായ ചില ചട്ടക്കൂടുകൾ ഉണ്ടാക്കുക, ഇപ്പൊ ഭരണഘടന ഉണ്ടാക്കുക, സർക്കുലർ അയക്കുക, യോഗം കൂടുക, യോഗത്തിന് കോറം തെയ്യോ നോക്കുക, ഇങ്ങനെയുള്ള ചട്ടക്കൂടുകളും വ്യവസ്ഥകളും ഒക്കെ അത് തെറ്റാണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി.
അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ലൈസ ബിദഇയൻ അത്തൻളീം, ചട്ടക്കൂടുകൾ ഉണ്ടാക്കുക എന്നത്, വ്യവസ്ഥകൾ ഉണ്ടാക്കുക എന്നത് ഒരിക്കലും തന്നെ ബിദഅത്തായ കാര്യമല്ല. വമിമ യുഈനു അലാ അദാഇൽ വാജിബി തൻളീമുഹും, അവരുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം നിർവഹിക്കുന്നതിൽ ആ തൻളീം അവർ സഹായിക്കുകയാണ് ചെയ്യുന്നത്. വയഖൂനു ലഹും റഈസുൻ യർജിഊന ഇലൈഹി, അവർക്ക് അവലംബിക്കാവുന്ന ഒരു നേതാവ് ഉണ്ടായിരിക്കണം. വമജ്ലിസു ശൂറൻ യതശാവറൂന ഫീഹി, കാര്യങ്ങൾ കൂടിയാലോചിക്കുന്ന ഒരു ശൂറ കമ്മിറ്റിയും ഉണ്ടായിരിക്കണം. ഹാദാ മിനൽ മുഹിമ്മാത്തിൽ അളീമ, അത് വളരെ പ്രധാനപ്പെട്ട ബാധ്യതയിൽപ്പെട്ടതാണ്. വമിൻ അസ്ബാബിൻ നജാഹ്, വിജയത്തിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണത്. വൽ അമലുൽ മുനല്ലം അഖറബു ഇലൻ നജാഹി മിനൽ അമലി ഗൈറിൽ മുനല്ലം, വ്യവസ്ഥാപിതമില്ലാത്ത, ചട്ടക്കൂടുകളില്ലാത്ത, ആസൂത്രണങ്ങളില്ലാത്ത പ്രവർത്തനങ്ങളെക്കാൾ എപ്പോഴും വ്യവസ്ഥാപിതമായ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ വിജയത്തോടടുത്തത്.